ഞാൻ പാപിയായിരുന്നേശു എന്നെ തേടി വന്നല്ലോ. എന്നുടെ പാപം വഹിച്ചവൻ കുരിശിൽ തന്നുയിർ തന്നല്ലോ. എന്തത്ഭുതം ദൈവസ്നേഹത്തെ ആഴമറിവാനെളുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും വൻകൃപ ചെറുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും വൻകൃപ ചെറുതല്ല. രക്താംബരമ്പോ കടുചുവപ്പായിരുന്നെന്നുടെ പാപങ്ങൾ. രക്താംബരമ്പോ കടുചുവപ്പായിരുന്നെന്നുടെ പാപങ്ങൾ. കർത്താവതു ഹിമസമമായി മാറ്റി തൻ പ്രിയ മകനാക്കി. കർത്താവതു ഹിമസമമായി മാറ്റി തൻ പ്രിയ മകനാക്കി. എന്തത്ഭുതം ദൈവസ്നേഹത്തെ ആഴമറിവാനെളുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും വൻകൃപ ചെറുതല്ല. സങ്കടത്തിൽ താങ്ങി നടത്തും വൻകൃപ ചെറുതല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് ദിവസം 20-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹവും ഉണ്ടാകരുത്, യാതൊന്നിൻ്റെയും പ്രതിമയരുത് എന്ന് ദൈവം കൽപ്പിച്ചു. മോശ സീനായി പർവ്വതത്തിൽ ദൈവത്തോടൊപ്പം 40 ദിവസമായിരുന്നപ്പോൾ ദൈവം മോശയ്ക്ക് പ്രമാണങ്ങളും കൽപ്പനകളും കൊടുത്ത കൂട്ടത്തിൽ ആദ്യമായി പറഞ്ഞ വിഷയമാണ് വാക്യമായി കേട്ടത്. ലോകത്തിൽ വിഗ്രഹങ്ങളെയും പ്രതിമകളെയും വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്ന വലിയൊരു സമൂഹമുണ്ട്. അത് ദൈവം പറഞ്ഞതിന് വിപരീതമായി സാത്താൻ മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത് എന്ന് ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുത്ത നിമിഷത്തിൽ തന്നെ അഹരോൻ കാളക്കുട്ടിയെ വാർത്ത് എടുത്തിട്ട് അതിൻ്റെ മുമ്പിൽ നടത്തിയ കോലാഹലങ്ങൾ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. അതിൻ്റെ പരിണതഫലം 3000 പേർ അവിടെ ചത്തൊടുങ്ങി. ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ചപ്പോൾ 3000 പേർ ചത്തൊടുങ്ങിയെങ്കിൽ പത്രോസിൻ്റെ പ്രസംഗത്തിലൂടെ പ്രമാണം അനുസരിച്ച് 3000 പേർ രക്ഷ പ്രാപിപ്പാനിടയായിത്തീർന്നു. ഇതാണ് ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും അനുസരിക്കുന്നവർക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ. ഇനി വിഷയത്തിലേക്ക് വരട്ടെ. ഇന്ന് ഭൂമിയിൽ ആൾ ദൈവങ്ങളുടെ പ്രളയമാണ്. സ്വയം ദൈവങ്ങളായി പ്രഖ്യാപിച്ചവരുണ്ട്, ജനങ്ങൾ ദൈവങ്ങളാക്കിയവരുണ്ട്. എന്നാൽ ആത്മീയ ഗോളത്തിലും ജനങ്ങൾ ചിലരെ ദൈവ തുല്യരായി സ്വീകരിക്കുകയും അവരുടെ വാക്കുകൾ ആകർഷകരായി അവരുടെ ഉപദേശങ്ങൾ കുടുങ്ങി ജീവിതം ഹോമിക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ എൻ്റെ ചിന്താ വിഷയം ഇതൊന്നുമല്ല. നാം ആരും ദൈവങ്ങളല്ല. അങ്ങനെ പറവാൻ കാരണം നാം എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. ദാവീദ് പറയുന്നത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു, ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. 51-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ്. നാം ഏതെല്ലാവരും പാപികളായി പിറന്നവരാണ്. നമുക്ക് പ്രകൃതി അറിയുന്ന ദൈവം, നമ്മുടെ കാലഗതികളെ മനസ്സിലാക്കുന്ന ദൈവം, നമ്മുടെ സ്വഭാവം എങ്ങനെയുള്ളത് എന്ന് അറിയുന്ന ദൈവം, അറിഞ്ഞിട്ടും ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കുകയും അതിന് യോഗ്യമുള്ളവരാക്കുകയും ചെയ്യുന്നു. അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. നോഹ വീഞ്ഞു കുടിച്ച് മത്തനാകും എന്ന് ദൈവത്തിന് മുന്നമേ അറിയാമായിരുന്നെങ്കിലും ദൈവം നോഹയെയാണ് പെട്ടകം പണിക്ക് നിയോഗിച്ചത്. ദാവീദും ശലോമോനും വീഴ്ചകൾ സംഭവിക്കുമെന്ന് ദൈവം മുന്നമേ അറിഞ്ഞിരുന്നെങ്കിലും ദൈവം അവരെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. ദേവാലയം പണിക്കും മറ്റുമായിട്ട് എല്ലാം ഉപയോഗിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യോന അനുസരണക്കേട് കാണിക്കും എന്ന് ദൈവത്തിന് അറിയാമെങ്കിലും നിനവേക്കാരുടെ മാനസാന്തരത്തിൽ ദൈവം യോനയെ തന്നെയാണ് ഉപയോഗിച്ചത്. പത്രോസ് തള്ളിപ്പറയുമെന്ന് കർത്താവിന് അറിയാമായിരുന്നെങ്കിലും കുഞ്ഞാടുകളെ മേയ്ക്കാനുള്ള ദൗത്യം കർത്താവ് പിന്നീട് ഏൽപ്പിച്ചു. യൂദ ഒറ്റുകൊടുക്കുമെന്ന് കർത്താവിന് അറിയാമായിരുന്നെങ്കിലും പണസഞ്ചി അവനെയാണ് ഏൽപ്പിച്ചത്. പ്രിയ ശ്രോതാക്കളെ, നാം ആരും ദൈവങ്ങളല്ല. എല്ലാവർക്കും വീഴ്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകാനും സാധ്യത കാണും. ആകയാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പരാജയം സംഭവിക്കുമ്പോൾ മറ്റുള്ളവർ ദൈവങ്ങളും ദൈവദൂതന്മാരും എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റിക്കളയണം. ഒരുവൻ ഒരു പ്രമാണത്തിൽ തെറ്റുമ്പോൾ മറ്റൊരു വേറൊരു പ്രമാണത്തിൽ തെറ്റിപ്പോകും. എന്നാൽ കാരുണ്യവാനായ ദൈവം നമ്മുടെ യോഗ്യതകൾ നോക്കിയല്ല നമ്മെ സ്നേഹിച്ചതും നമ്മെ ഓരോരുത്തരെയും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചതും. ചിലരുടെ ചിന്തകൾ ദൈവങ്ങളാണെന്നാണ്.
അത് തന്നെ പാപമാണ്. സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കുലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ്റെ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ആകയാൽ നമ്മുടെ ഉന്നതഭാവം പടിഞ്ഞ് താഴ്മ ധരിച്ച് നാം ദൈവത്തിൻ്റെ മക്കൾ ആക്കി തീർക്കുവാൻ ദൈവം നമ്മോട് കാണിച്ച സ്നേഹവും കരുണയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ തുടങ്ങണം. സർവശക്തനായ കർത്താവ് ഏവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ. ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.